ചികിത്സാ ചെലവിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് എറണാകുളം എടത്തല സ്വദേശി ഗോവിന്ദൻ. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ഗോവിന്ദൻ ജോലിക്കിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ്. പിന്നീട് കൊറോണ വരികയും ശ്വാസകോശം ഉൾപ്പെടെ തകരാറിലാവുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്ക് കഴിവുള്ളവരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം ഇപ്പോൾ. കുറച്ചുനാൾ മുമ്പാണ് കെട്ടിടത്തിൽ നിന്ന് വീണ് ഗോവിന്ദന് നട്ടലിന് പരിക്കേറ്റത്. പിന്നീട് 1 വർഷത്തോളം ചികിത്സ നടത്തി. ഇതിനിടയിൽ കോവിഡും വില്ലനായെത്തി. ഇതോടെ ശ്വാസകോശവും തകരാറിലായി. 2018 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെയിന്റിങ്ങിന്റെ വർക്കായിരുന്നു. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നില വെച്ച് കെട്ടിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് കൈ വൈപ്പയെന്ന് തെന്നിപ്പോയി, കാലും തെന്നി താഴോട്ട് പോകും. ഇവിടെ 1.5 വർഷം കിടപ്പിലായിരുന്നു. കാരണം നട്ടലായതുകൊണ്ട് വേറെ കിടന്ന് തന്നെ സെറ്റാവണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ചിലവ് അവര് പറഞ്ഞ് 1.30 അടുത്ത് വരും, എന്റെ മെറ്റീരിയൽ മാത്രമെന്നാണ് പറഞ്ഞത്. ഭാര്യയുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ചികിത്സയും വീട്ടിലെ ചെലവും നടത്തുന്നത്. 20 വർഷത്തോളമായി വാടകയ്ക്കാണ് താമസം. മകന്റെ പഠനവും വീട്ടിലെ ചെലവും തുടർ ചികിത്സയ്ക്കുമായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. കൊച്ചി. കഴിയുന്ന ആളുകൾ അദ്ദേഹത്തെ സഹായിക്കുക. ചെറിയ ചെറിയ പൈസ ആണെങ്കിൽ പോലും പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ജീവിതം തെളിഞ്ഞു കിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.